എന്നെ മിസ് ചെയ്തിരുന്നോ? ഏ? അല്ല, എന്നെ ഓർക്കാനോ മിസ് ചെയ്യാനോ ടൈം കിട്ടിയായിരുന്നോന്ന്? അതെന്താ അങ്ങനെ ഒരു ചോദ്യം? നമ്മൾ ഡെയിലി കോണ്ടാക്ട് ഇല്ലേ, പിന്നെ കണ്ടിട്ട് കുറച്ച് ദിവസമായി, അത്രയല്ലേ ഉള്ളൂ. ഈ ഡെയിലി കോണ്ടാക്റ്റും മിസ്സിങ്ങും തമ്മിലേ വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന ഡെയിലി കോണ്ടാക്ട് അത് ഞാനായിട്ട് തന്നെയല്ലേ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. നീ ആയിട്ട് എന്നാ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്? അത് 4 ദിവസം മുമ്പ് ഞാനല്ലേ ആദ്യം മെസ്സേജ് അയച്ചത്. അത് നിന്നെ ഓർത്തപ്പോൾ മിസ് ചെയ്ത അയച്ചല്ലേ. അപ്പൊ അതിന് മുൻപോ? എടി, ഞാൻ വർക്കിലായിരുന്നില്ലേ. അപ്പോൾ എല്ലാ ദിവസവും വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ നൈറ്റ് ആവും. മര്യാദയ്ക്ക് ഉറങ്ങാനുള്ള സമയം പോലും കിട്ടാറില്ല. ഈ മിസ്സിങ് എന്ന് പറയുന്നതേ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മാത്രം നമുക്ക് വരുന്നൊരു ഫീലിംഗ് ഒന്നല്ല. പക്ഷെ നിന്റെ കാര്യത്തിൽ അതങ്ങനെ. പിന്നെ ഞാൻ നിന്നെ വിളിക്കുന്നതും മെസ്സേജ് അയക്കുന്നതൊക്കെ എനിക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടൊന്നും അല്ല. എടി, അത് വിട്. ഞാനിപ്പോൾ മിസ് ചെയ്യുന്ന മെസ്സേജ് അയക്കാതാണ് എൻ്റെ പ്രശ്നം. ആ ക്രിഞ്ചൊക്കെ നമുക്ക് വേണോ? വേണം. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, എടി നിന്നെ കാണാൻ തോന്നുന്നു, എന്തൊരു മെസ്സേജ് എങ്കിലും നീ അയക്കുമെന്ന്. ഇനി അതും ക്രിഞ്ചാണെന്ന് നീ പറയരുത്. അങ്ങനെ എന്നും മെസ്സേജ് അയച്ചിരുന്നൊരു ടൈം നമുക്ക് ഉണ്ടായിരുന്നു. എടി, അതൊക്കെ അന്നാ സിറ്റുവേഷൻ മാറിയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ മാറണോ? അങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ ഒരു 20 സെക്കൻഡ് നിനക്ക് ഉണ്ടായിരുന്നില്ലേ? അതോ ആ ഫീലിങ്സ് ആണോ നിനക്കില്ലാത്തത്? നീ ഇപ്പം എന്താ പറഞ്ഞിരുന്നേ? എനിക്ക് നിന്നെ ഇഷ്ടമില്ലാന്നോ? ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ലാന്നോ? അല്ല, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയണമെന്ന്. എന്നെ കാണാൻ തോന്നുമ്പോ ഐ മിസ് യു എന്ന് നീ പറയുന്നത് എനിക്ക് കേൾക്കണം. ഞാൻ ഇട്ട് വന്ന ഈ ഡ്രസ്സ് പുതിയതാണെന്ന് നീ നോട്ടീസ് ചെയ്യണം. അതെനിക്ക് ചേരുന്നുണ്ടെങ്കിൽ സുന്ദരിയായിട്ടുണ്ടെന്ന് നീ പറയണം. ഇഷ്ടം കൂടുന്ന മൊമെന്റ്സിൽ ഐ ലവ് യു എന്ന് നീ പറയണം. സെക്സിന് വേണ്ടിയല്ലാതെ നീ കെട്ടിപ്പിടിക്കണം. നീ ഒന്ന് ആലോചിക്കും, നിനക്കെന്നെ ശരിക്കും വേണമെന്ന്. ഈ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മാത്രമുള്ള സ്നേഹം എനിക്ക് വേണ്ട. ഞാൻ നിന്നെ മിസ് ചെയ്തിരുന്നു ഒരുപാട്.